ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൊടകര ഷഷ്ടിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെയാണ് പോണത്. രാത്രിയും പരിപാടികളുണ്ട്, കാണാനൊക്കെ ഭംഗി രാത്രി കേട്ടോ. പക്ഷെ മഞ്ഞൊക്കെ അല്ലേ, രാത്രി നല്ല മഞ്ഞുള്ളതുകൊണ്ട് ഉണ്ണികളെ കൊണ്ട് പോയാൽ ശരിയാവില്ല. അപ്പോൾ രാവിലെ പോയിട്ട് പരിപാടികളൊക്കെ കണ്ട് പതുക്കെ പോരാന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ അമ്പലത്തിലേക്ക് കേട്ടോ പോണത്. അപ്പോൾ ഏകദേശം ഉച്ച നേരമൊക്കെ ആവും. കാവടിയും കാര്യങ്ങളൊക്കെ കൊടകര സെൻറ്ററിലേക്ക് എത്തി കഴിയുമ്പോഴത്തേനും ദേശത്തു നിന്നുള്ള കാവടികളൊക്കെ എത്തി കഴിയുമ്പോഴത്തേനും അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ ആ ഒരു ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് നമുക്ക് വീഡിയോസ് അപ്പം ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഉണ്ണികൾ രണ്ടുപേരോടെ ഉണ്ട്. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും എന്തോ മറന്ന മാതിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഓടി ചെന്ന് ചന്ദനം തൊട്ടു, അതാട്ടോ മറന്നത്. അപ്പം എത്ര ഒരുങ്ങി കഴിഞ്ഞാലും കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് ഇതുപോലെ ഒന്നുകൂടി നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടായിട്ടോ. ഞാൻ ഇങ്ങനെയായിട്ട് എനിക്കിത് ശീലമാണ്. അങ്ങനെ ഞങ്ങൾ പോവാനായിട്ട് പോട്ടോ. 2 വീലറിനാണ് പോണത്. അത്യാവശ്യം കുറച്ച് വെയിലുണ്ട് കേട്ടോ. ഇറങ്ങിയപ്പോൾ തന്നെ ഇനി ഉച്ചയാകും തോറും നല്ല പോലെ ചൂടാവും. അപ്പം മാപ്രാണത്ത് എത്തിയപ്പോഴത്തേനും വണ്ടിയുടെ ബാക്ക് ടയറിന് കുറച്ച് എയർ കുറവുള്ള പോലെ തോന്നി. അപ്പോൾ ഒരു വർക്ക്ഷോപ്പിൽ നിർത്തിയിട്ട് വണ്ടിക്ക് എയർ അടിക്കാനായിട്ട് നിർത്തിയേക്കാം കേട്ടോ. പിന്നെന്താ ചൂടെന്ന് പറയാൻ കേട്ടോ, ഭയങ്കര വെയിലാണ്. രാവിലെ ഒരു 9:30 നേരമാണ് കേട്ടത്. പക്ഷെ എന്നാലും നല്ല വെയിലാണ് കേട്ടോ. ഉണ്ണിമോൾക്ക് ഞാൻ തൊപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിന് മുഖത്തേക്കും തലയ്ക്കും വെയിലടിക്കാണ്ടിരിക്കാനായിട്ട്. പിന്നെ അതാ എയർ അടിച്ചൊക്കെ കഴിഞ്ഞ് വേഗം തന്നെ അവിടെ നിന്ന് പോന്നു കേട്ടോ. നല്ല വെയിലായതുകൊണ്ട് ഉണ്ണികളെയും കൊണ്ട് അങ്ങനെ അധികം നിൽക്കാനും പറ്റില്ലല്ലോ. ഞാനിത് പുകയാണ് കേട്ടോ. ഉണ്ണിക്കുട്ടിൻ്റെ തലയിലും ടർക്കിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ആ കോന്തിങ്ങളും കൂടിയിട്ട് പോണത്. അവിടെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് കൊടകരയ്ക്ക് എത്താൻ എളുപ്പമാട്ടോ. അതൊരു ഷോർട്ട് കട്ട് കൂടിയാണ്. വേഗം ചെല്ലൂട്ട കൊടകരയിൽ നിന്ന് ഇരിങ്ങാലക്കുടയിൽ നിന്ന് പോകുമ്പോൾ ഇതാട്ടോ എളുപ്പം. അപ്പോൾ കോന്തികുലെന്ന് പറയുമ്പോൾ 2 സൈഡും പാടാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. ഇത് കണ്ടില്ലേ, 2 ദിവസം മുമ്പ് മഴ പെയ്തിട്ട് എന്താ പറയുക, പാടത്തൊക്കെ വെള്ളം കയറി ആകെ ഇതായിട്ട് കിടക്കുകയാണ് കേട്ടോ. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. 2 സൈഡും ഗൈസ് അപ്പോൾ അതേ ഒരു സൈഡിൽ വണ്ടി ഒതുക്കി ഇങ്ങനെ നിർത്തിയേക്കാണ് കേട്ടോ. കുറച്ചേരം നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതുപോലെ പകലോ അല്ലെങ്കിൽ എന്താ പറയുക വെയിലൊക്കെ ആറുന്ന ഒരു സമയമുണ്ടല്ലോ, 4 മണി 5 മണി നേരം, ആ ഒരു സമയത്തൊക്കെ ആയിട്ട് ഇതിൽ കൂടെ പോകാനായിട്ട് കൂടുതൽ നല്ലതെന്ന് പറയുന്നത്. ഇരുട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടെ അങ്ങനെ അധികം ആൾക്കാർ പോവൽ കുറവാട്ടോ. ഭയങ്കര ഒരു ഇങ്ങനെ എന്താ പറയുക ഉൾപ്രദേശം ആയതുകൊണ്ട് തന്നെ. അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൊടകര എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോരണ വഴി കാവടി സെറ്റുകൾ ഇങ്ങനെ ഓരോന്ന് പതുക്കെ പതുക്കെ വരണുണ്ട്. ഞങ്ങളവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേനും ഒരു സെറ്റ് കാവടി ഇത് അങ്ങനെ ആടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പതുക്കെ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അമ്പലത്തിലേക്ക് പോകണമെന്ന് പ്ലാൻ ചെയ്ത് വന്നെങ്കിലും വെയിലായതുകൊണ്ട് ഇനിയിപ്പോൾ പിള്ളേരെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നേരെ ആ ഒരു പാലത്തിൻ്റെ അടിയിൽ പോയിട്ട് നിന്നു. അതാകുമ്പോൾ വെയിലും കൊള്ളണ്ട, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ കാണുകയും ചെയ്യാം. അങ്ങനെ ഇതേ അത്യാവശ്യം ആൾക്കാരുകളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ ഏതൊരു ദേശത്തെ കാവടി ഇങ്ങനെ ആടി കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഇതേ അതിന് ഫ്രണ്ടിലായിട്ട് പുലിയാണോ സിംഹമാണോ എന്നൊന്നും അറിയില്ല. അത് ഇത് അങ്ങനെ പതുക്കെ അവരിങ്ങനെ വണ്ടിയിലാക്കിയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇത് ഈ താഴെ കിടക്കുന്നതൊക്കെ കാവടി ആടുമ്പോൾ ഇപ്പോൾ ഇത് അവർക്ക് ഇമ്പം കൊള്ളാനായിട്ട് വേറൊരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ പേപ്പർ കഷ്ണങ്ങൾ ഇങ്ങനെ ഒരു മിഷീനിൽ ഇങ്ങനെ ആക്കുന്നുണ്ട്. അത് അടിപൊളിയായിട്ട് എനിക്കത് കാണാനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതേ പിന്നെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് തിരക്കാണൊക്കെ മുമ്പ് പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വേഗം പെട്ടിക്കടയുടെ ഫ്രണ്ടിലേക്ക് ചെന്നു കേട്ടോ. ഇനി ഓരോ സെറ്റ് കാവടികൾ ഇങ്ങനെ വരുംതോറും ആൾക്കാരും കൂടും. അപ്പോൾ ആകെ തിക്കും തിരക്കാവും. നമുക്ക് കാവടി കാണണോ എന്തെങ്കിലും മേടിക്കണം അങ്ങനെ ഒരു ഇതാവും. അപ്പോൾ തിരക്കാവണയൊക്കെ മുമ്പ് ഇതൊക്കെ മേടിച്ച് സെറ്റ് ചെയ്ത് വെച്ചാൽ എല്ലായിടത്തും ഒടുങ്ങി നിന്നാൽ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേ ഉണ്ണിമോൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് നിന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെറിയ പെട്ടിക്കടകൾ കാണുമ്പോഴേക്കും നമുക്ക് എല്ലാം കൂടി അങ്ങോട്ട് മേടിച്ച് പോയാലോ എന്ന് തോന്നും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ മേടിക്കണേക്കാൾ കൂടുതൽ ഇത് കാണാനായിട്ടോ ഭംഗി. ഓരോ തരത്തിലും പിള്ളേർക്ക് തലയിൽ വെക്കാനും കയ്യിലിടാനും കളിക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളല്ലേ. പക്ഷെ ഇതിൻ്റെയൊക്കെ വില കേൾക്കുമ്പോഴത്തേനും നമ്മൾ ഞെട്ടിപ്പോകും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരെ കാണുമ്പോഴത്തേനും അവർക്ക് തോന്നിയ പോലെ വില കൂട്ടാട്ടോ ചെയ്യണത്. അതിന് ഉണ്ണിമോൾക്ക് അല്ലറ ചില്ലറ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നോക്കിയെടുത്ത് പിന്നെ ഉണ്ണിക്കുട്ടിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെയുള്ള ചെറിയൊരു മൊബൈൽ ഫോണിൻ്റെ ഇതുണ്ടല്ലോ വെള്ളമൊക്കെ ഉള്ളത്, അപ്പം അത് മേടിച്ചു. അങ്ങനെ അതൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്ത് കയ്യിൽ പിടിച്ചു കേട്ടോ. പിന്നെ ഇതാ അങ്ങനെ പതുക്കെ പതുക്കെ അടുത്ത ദേശത്ത് നിന്നുള്ള കാവടികൾ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട്. ഡോളുണ്ട് കേട്ടോ, പിന്നെ ചെണ്ടകൊട്ടും അതുപോലെ തന്നെ പിന്നെ ഓരോരോ രൂപങ്ങളൊക്കെ ആയിട്ട് അടിപൊളി
വേണ്ടിട്ട് കാണാനായിട്ട്. അപ്പോൾ അതേ പതുക്കെ ആൾക്കാരുകൾ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട്, തിരക്കായി തുടങ്ങുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ 2 കമ്മൽ മേടിക്കാനായിട്ട് നിന്നുട്ടാ. ചെണ്ടകൊട്ട് കണ്ടപ്പോഴത്തേനും പിന്നെ അവിടെ നിന്ന് ഒന്ന് കണ്ടാലോ അത്. അങ്ങനെ ഞങ്ങളൊരു മൂലയ്ക്ക് ഒതുങ്ങി കൂടി നിൽക്കുകയാണ് കേട്ടോ കടയുടെ ഫ്രണ്ടിൽ. അപ്പം ആൾക്കാർ നന്നായിട്ടുണ്ട് കേട്ടോ. നേരത്തെ കണ്ട മാതിരിയല്ല, നല്ല പോലെ തിരക്കായി. കാവടി സെറ്റുകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി. എന്ത് രസമാണെന്നറിയാമോ, കൊല്ലം തോറും ഇത് നല്ല ഗംഭീരമായിട്ടാട്ടോ വരണ്ട്. കൊടകര ഷഷ്ടി. അപ്പം അതേ ഒരു സൈഡിൽ ബാൻഡ് സെറ്റ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കുറച്ച് നേരം കണ്ടു. അപ്പം ഇത് ഈ പറഞ്ഞ പോലെ ഒരു വെയിലത്ത് നിന്ന് കൊട്ടി അവശ്യ നിലയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചേട്ടൻ പറഞ്ഞു നമുക്ക് 2 ഐസ്ക്രീം മേടിച്ച് കഴിച്ചിട്ട് പതുക്കെ നീങ്ങിയാലോ എന്ന്. വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ വെയിലും കാര്യങ്ങളൊക്കെ ആയി. ഇനി ഉണ്ണികളെയും കൊണ്ട് തിരിച്ച് വീട് വരെ എത്തണ്ടേ. അങ്ങനെ വാനില ഫ്ലേവർ ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പൂരത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഐസ്ക്രീം കഴിക്കാതെ എങ്ങനെയല്ല തിരിച്ച് മടങ്ങുക. അപ്പം ഐസ്ക്രീം കിട്ടിയതിനുള്ള സന്തോഷമായിട്ട് ഉണ്ണിമോൾക്ക് കാണുന്നുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നീങ്ങിയിട്ട് ഒരുപാട് ഓട്ടോറിക്ഷകൾ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെ അതിൻ്റെ ഉള്ളിൽ കയറ്റിയിരുത്തിയിട്ട് സ്വസ്ഥമായിട്ട് അവിടെ നിന്ന് കഴിക്കാൻ കേട്ടോ. എവിടെ പൂരത്തിന് പോയാലും ഈ ഒരു വാനില ഫ്ലേവറായിട്ട് മേടിക്കാറുണ്ടായി. എന്തോ ഇതിന് പ്രത്യേക ടേസ്റ്റായിട്ട് വാനില ഫ്ലേവറിന്. മറ്റുള്ളതൊക്കെ നല്ലതാണെങ്കിലും എനിക്കിഷ്ടം ഇതാട്ടെ. എനിക്ക് ചേട്ടനും ഇതാട്ടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇതേ ഉണ്ണിമോളുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മേടിച്ച് കഴിക്കുന്ന കാരണം കൊണ്ട് എൻ്റെ അടുത്ത് പറയാം അമ്മ വേറെ മേടിച്ച് കഴിച്ചോ, ഞാൻ തരില്ല. അപ്പോൾ മുഴുവൻ കഴിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ, താൾക്ക് തൊണ്ട വയ്യാണ്ടാവും. അതിനിടയ്ക്ക് ഉണ്ണിക്കുട്ടൻ്റെ ചേട്ടൻ്റെ കയ്യിൽ നിന്നും മേടിച്ച് പെട്ടെന്ന് താഴെ പോയി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കോൺ മാത്രം പിള്ളേക്കും കഴിക്കാനായിട്ട് കൊടുത്തു. അങ്ങനെ ഞങ്ങളത് തിരിച്ച് പോകാനായിട്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ നല്ല പോലെ തിരക്കും കാര്യങ്ങളായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇത്രയും വണ്ടികളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതപ്പം നിറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ചെറിയ ഷഷ്ടി ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. ഇനി അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ് കേട്ടോ. ഇപ്പം രാവിലെ വന്ന വഴിക്ക് കാവടി സെറ്റുകൾ ഇങ്ങനെ ഒരുപാട് വന്ന് തുടങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ പോകാൻ നേരത്ത് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നേരം കൂടുന്തോറും ഇനിയിപ്പോൾ ആ റോഡൊക്കെ അടയ്ക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. പോലീസുകാരെ ഇതിൽ കൂടെ കടത്തി വിടില്ല. അപ്പോൾ വന്ന വഴി ഞങ്ങൾ പോണ നേരത്ത് ആ സൈഡിൽ വണ്ടി ഒതുക്കി നിർത്തിയിട്ട് അപ്പോഴാണ് ഈ ഒരു എന്താ പറയുക, ഈ വിഷ്ണു ആണെന്ന് തോന്നണു കേട്ടോ ഈ ഒരു ഇത് കൊണ്ടുപോകണ കണ്ടത്. ഇനിയിപ്പോൾ ഇത് സെൻറ്ററിൽ ചെല്ലുമ്പോഴത്തേക്കായിട്ട് അതിനെ നിവർത്തിയൊക്കെ നിർത്തുകയുള്ളൂ. അതിൻ്റെ പുറകെ പിള്ളേർ പാട്ട് വെച്ചിട്ട് ഡാൻസൊക്കെ കളിച്ച് പോകുന്നുണ്ട് കേട്ടോ. അത് കുറേ നേരം നോക്കിയിരുന്നു. പിന്നെ ഈ ഒരു സംഭവങ്ങളുണ്ടല്ലേ, ഈ ഒരു പൂച്ചയുടെയും പിന്നെ ആ ഒരു ഹാസ്യ കഥാപാത്രങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതിനകത്ത് ഈ ഒരു കോഴിയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ അടുത്തേക്കൊക്കെ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഈ ഒരു ആനേനെ കണ്ടോ, പെട്ടെന്ന് നോക്കുമ്പോൾ ശരിക്കും ഒറിജിനൽ ആനയായിട്ട് തോന്നും കേട്ടോ. പക്ഷെ അതല്ല, അതിൻ്റെ ഉള്ളിൽ ഒരാളിരുന്ന് വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഉണ്ണികൾക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഒരുപാട് കലാരൂപങ്ങളായിട്ടും ഭയങ്കര രസമാട്ടോ. ഇതൊക്കെ രാത്രി ആയിരിക്കും കുറച്ചും കൂടി ഭംഗി കാണാനായിട്ട്. ഒരുപാട് കൊട്ടും പാട്ടും ഒക്കെ ആയിട്ട് എന്താ പറയുക, ഭയങ്കര രസമായിട്ടോ കാണാനായിട്ട്. പോണ വഴി ഇത് തന്നെയായിരുന്നു കേട്ടോ. അതുപോലെ ഈ ഒരു ശിവൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ വർഷം ഇതൊക്കെ കുറേ നേരം നിന്ന് കണ്ടിരുന്നു. ഒരുപാട് ചെണ്ടകൊട്ടും അതുപോലെ തന്നെ ബാൻഡ് സെറ്റും അതുപോലെ ഡോളും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു കേട്ടോ. എത്ര സെറ്റ് കാവടികളോ അല്ലെങ്കിൽ എത്ര ദേശക്കാവടികളോ അവിടെ വന്നിരുന്നെന്നുള്ളത് എന്താ പറയുക, പെട്ടെന്ന് മനസ്സിലാവില്ല. മാത്രം ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും നല്ല ബ്ലോക്കും കാര്യങ്ങളായിട്ടോ. വഴി നിറയെ വണ്ടികളും അതുപോലെ തന്നെ ആൾക്കാരും പിന്നെ ഈ ഒരു കാവടിയാട്ടം ചെണ്ടകൊട്ടൊക്കെ ആയിട്ട് ചെറിയ വഴിയും കൂടിയാണ് കേട്ടോ. അപ്പം പോകാനായിട്ട് ഇടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ വെയിലത്ത് നിന്നാണെങ്കിലും കുറച്ച് നേരം അതും അങ്ങനെ നിന്ന് കണ്ടു കേട്ടോ. നമുക്ക് മുന്നിലേക്ക് പോകാനായിട്ട് പറ്റണുണ്ടായിരുന്നില്ലേ. ശരിക്കും റോട്ടിൽ നിന്നിട്ട് ഡോളൊക്കെ കൂട്ടായിരുന്നു കേട്ടോ. അത് ഈ പറയുന്ന പോലെ ഡാൻസുകളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു കണക്കിന് അവിടെ നിന്ന് കവർ ചെയ്ത് പോന്നു കേട്ടോ. പിന്നെ കല്ലേറ്റുങ്ങര കഴിഞ്ഞ് വരുമ്പോഴത്തേനും
ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കയറാമെന്ന് വിചാരിച്ചു ഇവിടെ. അപ്പോൾ കൊടകരയിൽ നിന്ന് കുറച്ചുള്ളൂ കേട്ടോ ഇങ്ങോട്ടേക്ക്. അപ്പോൾ വയനാടൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയാണ് കേട്ടോ. ചെറിയൊരു കടയാണെങ്കിലും ഭയങ്കര തിരക്കാണ് ഇവിടെ. ഇവിടുത്തെ ബിരിയാണി എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല ക്വാണ്ടിറ്റിയാണ്. ചിക്കൻ ബിരിയാണി ഉണ്ട്, ബീഫ് ഉണ്ട്, അതുപോലെ തന്നെ റൈസും കിട്ടും കേട്ടോ. അപ്പോൾ മിക്കപ്പോഴും ഞങ്ങൾ ഇവിടുന്ന് കഴിക്കാറുണ്ട്. വേറെ അങ്ങനെ ഒരുപാട് കെമിക്കൽസ് ഒന്നും ഇവരങ്ങനെ ചേർക്കണില്ല. അതുകൊണ്ട് തന്നെ ബിരിയാണിക്ക് ഒരു പ്രത്യേക തരം നാടൻ രുചി നമുക്ക് മട്ടില്ല കേട്ടോ ഇവിടുന്ന് കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതുപോലെ തന്നെ 90 രൂപയുള്ളൂ കേട്ടോ ഒരു ഫുൾ ബിരിയാണിക്ക്. 2 പീസ് ചിക്കൻ ഉണ്ടാവും. നല്ല സൂപ്പറായിട്ടുള്ള റൈസും ക്വാണ്ടിറ്റിയാണ് കേട്ടോ. നല്ല നമുക്ക് വയറ് നിറച്ച് കഴിക്കാം കേട്ടോ. നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കാമെന്നറിയില്ല. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ ചെന്ന ഉടനെ തന്നെ അവർ പ്ലേറ്റ് കൊണ്ട് വെച്ച് ഒരുപാട് വൈകില്ല കേട്ടോ. നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കത് കൊണ്ട് തരുകയും ചെയ്യും. അങ്ങനെ എനിക്കൊരു ഫുൾ ബിരിയാണിയും ഉണ്ണിമോൾക്ക് ഹാഫ് ബിരിയാണിയും. ഹാഫിന് 45 രൂപയുള്ളൂ കേട്ടോ, ഫുള്ളിന് 90. റൈസിനും ഈ പറയണ പോലെ 60 രൂപ എങ്ങാണ്ടുള്ളൂ കേട്ടോ. ഇത് ഒരു ഫുൾ ബിരിയാണിയാണ്. അങ്ങനെ ബിരിയാണി കൊണ്ടുവന്നപ്പോഴത്തേനും ഉണ്ണിക്കുട്ടൻ ആദ്യം കൊടുത്തു കേട്ടോ. ഉണ്ണിമോൾക്കും ഉണ്ണിമോട്ടനും ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ്, ചേട്ടനും ഇഷ്ടമാണ്. അങ്ങനെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഇന്നൊരു ദിവസം എന്തോ ഒരു പോരായ്ക പോലെ തോന്നിയെങ്കിലും ടേസ്റ്റ് കുറവില്ല. എന്തോ ഒരു പോരായ്ക പോലെ തോന്നി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തിരക്കുള്ളതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ഷഷ്ടിയൊക്കെ ആയിട്ട് ആളുകൾ ഒരുപാട് വരണുണ്ടാവാം. അപ്പോൾ ഒരു നല്ലപോലെ ചിലവും ഉണ്ടാവാം. അപ്പം അതിൻ്റെ ഒരു കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടെ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് കയറി കഴിച്ച് നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.